അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈൻ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലെ 8ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ജുസ്ഉൽ അവ്വലിലെ ജറുൽ ഇസ്മ് എന്ന പാഠമാണ് ചർച്ചക്കെടുക്കുന്നത്. ജറുൽ ഇസ്മ്, ഇസ്മിന് ജറ് ചെയ്യുക. ഇസ്മ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ പാഠം ഒരു ജുംലയിൽ 2 ഇസ്മുകൾ വരുമ്പോൾ ആദ്യം പറഞ്ഞത് മുബ്തദയും ഖബറുമായിരിക്കും. അതിനുശേഷം അർത്ഥ മാറ്റങ്ങൾക്ക് വേണ്ടി കാന അഖവാത്ത് വരും, അപ്പോൾ അതിൻ്റെ ഇറാബ് മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇന്ന അഖവാത്ത് വരും എന്ന് പറഞ്ഞു, അതും അർത്ഥമാറ്റങ്ങൾക്ക് വേണ്ടി, അപ്പോഴും അതിൻ്റെ ഇറാബ് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇസ്മായിരുന്നു. കാന അഖവാത്ത് വരുമ്പോൾ അതിൻ്റെ ഇസ്മിന് റഫ്ഉം അതിൻ്റെ ഖബറിന് നസ്ബുമാണ് എന്ന് പറഞ്ഞു. ഇന്ന അഖവാത്താകുമ്പോൾ അതിൻ്റെ ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ഫെയിലുകളുടെ ഇറാബ് പറഞ്ഞു. മുദാരിയ ഫെയിലിൻ്റെ ഇറാബ്, മുദാരിയ ഫെയില് അസ്ലിയായിട്ട് അതിന് റഫ് ആണ് ഉണ്ടാകല്, അതായത് യദ്രിബു ലമ്മത്താണ് ഉണ്ടാവുക. ചില ഹർഫുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ ചില സമയത്തത് യദ്രിബ എന്ന് ഫതഹ് കൊണ്ട് മൻസൂബായിട്ട് വരും. ചിലപ്പോൾ യദ്രിബ് എന്ന് ജസ്മായിട്ട് സുക്കൂനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ജറുൽ ഇസ്മ്, ഇസ്മിന് ജറ് ചെയ്യുക. ജറ് എന്ന് പറഞ്ഞാൽ കസ്റത്താണ്, കസ്ർ ഇകാരം. അത് എപ്പോഴാണ് വരിക എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പൊരു പാഠത്തിൽ പറഞ്ഞിരുന്നു ഇസ്മ് ഫിഅല് ഹർഫ്, ഹർഫ് എന്നുള്ളൊരു കെലിമത്ത് പറഞ്ഞിരുന്നു. ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വയം ഒരു അർത്ഥമുണ്ടാകില്ല, മറ്റൊന്നിൻ്റെ കൂടെ കൂടുമ്പോൾ അർത്ഥമുണ്ടാകും. അതിനാണ് ഹർഫ് എന്ന് പറയുക എന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത് 7 ഹർഫുകളെ കുറിച്ചാണ്. ഈ 7 ഹർഫും ഇസ്മിന് മുമ്പ് വരുന്ന, ഇസ്മിനോട് കൂടി വരുന്ന ഹർഫുകളാണ്. സംസാരത്തിൽ അല്ലെങ്കിൽ എഴുത്തിൽ ഇസ്മിന്റെ കൂടെ ഇസ്മിനൊരു അർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന ഹർഫുകളാണ് ഈ 7 ഹർഫും. ഈ 7 ഹർഫും ഇസ്മിന് മുമ്പ് വന്നാൽ ആ ഇസ്മിന് ജറായിരിക്കും. ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഹറക്കത്ത് കസ്റത്തായിരിക്കും. അതായത് മജ്റൂർ എന്ന് പറയാം, അല്ലെങ്കിൽ ജറ് എന്ന് പറയാം. ജറ് ചെയ്യപ്പെട്ടത് അതിന് മജ്റൂർ എന്ന് പറയാം. ഇനി പറയാൻ പോകുന്ന 7 ഹർഫുകൾ, ആ ഹർഫുകൾ ഇസ്മിന് മുമ്പ് വന്നാൽ അർത്ഥങ്ങളിൽ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ അലാമാത്തുൽ ഇറാബ്, ഇറാബിന്റെ അടയാളം, ഇറാബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർക്കത്ത്, അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത്, അതിനും മാറ്റമുണ്ടാകും. നമ്മൾ ഉദാഹരണങ്ങളിലേക്ക് പോകാം, അതിൽ കൂടുതൽ മനസ്സിലാകും. ജറുൽ ഇസ്മ് അൽ അംസില. ഒന്ന്, നസലൽ മത്തറു മിനസ് സമായി. നസലൽ മത്തറു, മഴ വർഷിച്ചു, മഴ ഇറങ്ങി. മിനസ് സമായി, മിനസ് സമായി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് മഴ ഇറങ്ങി. മിനസ് സമായി, ഇവിടെ മിൻ എന്നുള്ളത് ഒരു ഹർഫാണ്. അത് അസ്സമായി എന്നുള്ള ഇസ്മിന്റെ കൂടെ വന്നു. അപ്പൊ അസ്സമായി എന്ന് പറയാൻ കാരണം മിൻ എന്നുള്ള ഹർഫ് വന്നത് കൊണ്ടാണ്. നസലൽ മതറു എന്ന് മതറിന് റഫ് പറയാൻ കാരണം നമുക്കറിയാം. നസല എന്നുള്ളത് ഒരു ഫെയിലാണ്, അതിന്റെ ഫായിലായിട്ടാണ് മതർ വന്നിട്ടുള്ളത്. ഫായിലാകുമ്പോൾ അതിന് റഫ് ആണ്, അത് മർഫു ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നസല എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമാണ്, ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? അൽ മതറു, മഴ. അപ്പൊ മഴ ഫായിലാണ്, സബ്ജക്റ്റ് ആണ്, കർത്താവാണ്. സബ്ജക്റ്റിന് എന്തായിരിക്കും? അവസാനത്തെ ഹറക്കത്ത് ലമ്മത്തായിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നസലൽ മതറു മിനസ് സമായി, അസ്സമായി എന്നുള്ള ഇസ്മിന് കസ്ർ വരാൻ കാരണം, സമായി എന്ന് അവസാനം കസ്ർ വരാൻ കാരണം മിൻ എന്ന ഹർഫ് ഇവിടെ വന്നത് കൊണ്ടാണ്. അപ്പൊ നസലൽ മതറു മിനസ് സമായി, ആകാശത്ത് നിന്ന് മഴ ഇറങ്ങി. രണ്ടാമത്തെ ഉദാഹരണം യഅ്തിസ്സമകു മിനൽ ബഹരി. മീൻ വരുന്നു, മത്സ്യം വരുന്നു. മിനൽ ബഹരി, കടലിൽ നിന്ന്. കടലിൽ നിന്നാണ് മത്സ്യം വരുന്നത്. യഅ്തിസ്സമകു,
യഅ്തി എന്നുള്ളത് ഫെയിലാണ്, അസമക്ക് ഫായിലാണ്. അപ്പൊ സമക്കു എന്ന് പറഞ്ഞു. അതല്ല നമ്മളെ വിഷയം എങ്കിൽ പോലും നമ്മൾ മുമ്പ് പഠിച്ചതുകൊണ്ട് പറയുകയാണ്. യഅ്തി സമക്കു മിനൽ ബഹരി. അവിടെ മിൻ എന്നുള്ള ഹർഫ് വന്നത് കൊണ്ടാണ് അൽ ബഹരി എന്നുള്ള ആ ബഹർ ഇസ്മ മജ്റൂറായി മാറിയത്. മജ്റൂർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർഫിന്റെ ഹറക്കത്ത് ജറായി മാറിയത്, കസ്റായി മാറിയത്. രണ്ടാമത്തെ ഉദാഹരണം സാൽ ജയ്ഷു ഇലൽ മൈദാനി. പട്ടാളം മാർച്ച് ചെയ്തു ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക്. ഇപ്പൊ മിൻ എന്നുള്ളത് നമ്മൾ നിന്ന് എന്നുള്ളതാണ് അർത്ഥം വെച്ചത്. എപ്പോഴും അങ്ങനെ ആകൂല, കൂടുതലും നിന്ന് എന്ന്, അതായത് മിനസമായ ആകാശത്തിൽ നിന്ന്, ചിലപ്പോ അതിനോട് എന്നൊക്കെ പറയും. ഇപ്പൊ യഖ്തറബ അടുത്തു, മിനൽ മസ്ജിദി പള്ളിയോട് അടുത്തു, അവിടെ മിന്നിനുള്ളതിന് അടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് അർത്ഥം എന്ന് വെക്കാൻ പറ്റൂല. അത് സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ സാൽ ജയ്ഷു പട്ടാളം മാർച്ച് ചെയ്തു ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക്. അപ്പൊ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ള ഒരു അർത്ഥമൊന്നുമില്ല, പക്ഷെ കൂടുതലും അങ്ങനെയാണ് വരാറ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ അർത്ഥം വെക്കാം. സാൽ ജയ്ഷു പട്ടാളം മാർച്ച് ചെയ്തു ഇലൽ മൈദാനി മൈദാനിലേക്ക്, ഗ്രൗണ്ടിലേക്ക്. അപ്പൊ ഇവിടെ സാൽ ജയ്ഷു എന്നതിന് ശേഷം ഇലൽ മൈദാനി, അവിടെ മൈദാനി എന്നുള്ള നൂനിന് കസ്റാകാൻ കാരണം, അത് ജറാകാൻ കാരണം ഇല എന്നുള്ള ഹർഫ് വന്നത് കൊണ്ടാണ്. നാലാമത്തെ ഉദാഹരണം സാറത്തിൽ മാഷിയത്തു ഇലൽ ഹക്ലി. നാൽക്കാലി നടന്നു, മാട് നാൽക്കാലി നടന്നു, ഇലൽ ഹക്ലി വയലിലേക്ക് നടന്നു. അപ്പോൾ ഇവിടെ ഇലൽ ഹക്ലി, അൽ ഹക്ലി എന്നുള്ളത് ഹക്ലി എന്ന് പറയാൻ കാരണം ഇല എന്നുള്ള ഹർഫ് വന്നത് കൊണ്ടാണ്. ഈ ഹർഫിന് നമ്മൾ ഹർഫുൽ ജെറ് എന്നാണ് പറയുന്നത്, ജെറിന്റെ ഹർഫ്. ഇവിടെ ജെറിന്റെ ഹർഫ് വന്നത് കൊണ്ടാണ് ഹക്ലി എന്നുള്ളത് മജ്റൂർ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ലാമിന് കസ്റാകാൻ കാരണം. മാഷിയത്ത് എന്നുള്ള താഴിന് ലമ്മത്താകാൻ കാരണം അത് ഫായിലായത് കൊണ്ടാണ്. സാറത്ത് എന്നുള്ള ഫെയിലിന്റെ ഫായിലാണ് മാഷിയത്ത്. യൻസിലുൽ ജുന്ദിയു പട്ടാളക്കാരൻ ഇറങ്ങുന്നു. ജയ്ഷ് പറഞ്ഞ പട്ടാളം, ആ ഒരു ബറ്റാലിയനാണ്, ആ ഒരു സൈന്യത്തിനാണ് ജയ്ഷ് എന്ന് പറയുന്നത്. ഇവിടെ ജുന്ദിയു എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ, ഒരാള് ഇറങ്ങുന്നു അനിൽ ഹിസാനി കുതിരയിൽ നിന്ന്. ഇവിടെ അൻ എന്ന് പറഞ്ഞാൽ ശരിക്കും തൊട്ട്, അതിനെ തൊട്ട് എന്നൊക്കെയാണ് അർത്ഥം വെക്കല്. പക്ഷെ ഇവിടെ നസല അൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുക എന്നാണ്. നസല അനിൽ ബാസി, ബസിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയാം. ഇവിടെ യൻസിലുൽ ജുന്ദിയു അനിൽ ഹിസാനി പട്ടാളക്കാരൻ ഇറങ്ങുന്നു, അനിൽ ഹിസാനി കുതിരയിൽ നിന്ന് ഇറങ്ങുന്നു. ഇവിടെ അൻ എന്നുള്ളത് ജെറിന്റെ ഹർഫാണ്, അതുകൊണ്ട് തന്നെ അൽ ഹിസാനെ, അതിന്റെ ശേഷമുള്ള അൽ ഹിസാനി എന്നുള്ള ഇസ്മ മജ്റൂറായി മാറി എന്ന് പറഞ്ഞാൽ അവസാനം ഹറക്കത്ത് കസ്റായി മാറി. യദ്ഹബുൽ ഖൗഫു ഭയം പോകുന്നു, അനി തിഫ്ലി കുട്ടിയിൽ നിന്ന്. ദഹബ അൻ എന്ന് പറഞ്ഞാൽ അത് നഷ്ടമായി പോവുക, ഇല്ലാതെയായി പോവുക എന്നാണ്. അപ്പൊ യദ്ഹബുൽ ഖൗഫു ഭയം പോകുന്നു, അനി തിഫ്ലി കുട്ടിയെ തൊട്ട് ഭയം പോകുന്നു, അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് ഭയം ഇല്ലാതെയാവുന്നു, ഭയം പോകുന്നു. ഇവിടെ അനി തിഫ്ലി, തിഫ്ലി എന്നുള്ളത് ഒരു ഇസ്മ തിഫിലി എന്ന് മജ്റൂറാകാൻ കാരണം അൻ എന്നുള്ള ജെറിന്റെ ഹർഫ് വന്നത് കൊണ്ടാണ്. ഏഴാമത്തെ ഉദാഹരണം യത്ഫുൽ ഖശബു മരക്കഷ്ണം പൊങ്ങിക്കിടക്കും അലൽ മായി വെള്ളത്തിന്റെ മുകളിൽ. യത്ഫു പൊങ്ങിക്കിടക്കും, അൽ ഖശബു മരക്കഷ്ണം, അലൽ മായി വെള്ളത്തിന്റെ മുകളിൽ. അല എന്ന് പറഞ്ഞാൽ മുകളിൽ, അല തോവിലെത്തി മേശയുടെ മുകളിൽ, അല റഅസി തലയുടെ മുകളിൽ, അലൽ മായി വെള്ളത്തിന്റെ മുകളിൽ. ഇവിടെ യത്ഫുൽ ഖശബു, ഖശബ് പൊങ്ങിക്കിടക്കും, അലൽ മായി വെള്ളത്തിന്റെ മുകളിൽ. ഇവിടെ അല എന്നുള്ളത് ജെറിന്റെ അർഫാണ്, അത് വന്നത് കൊണ്ടാണ് അൽ മായി എന്നുള്ള ആ ഇസ്മിന് ഇ എന്ന് ഇകാരം കിട്ടാൻ കാരണം, അതായത് മജ്റൂർ ആകാൻ കാരണം. മാ മജ്റൂറാണ്. അതിന്റെ ഏറാബ് പറയുകയാണെങ്കിൽ, അതിന്റെ ഗ്രാമർ നിയമം പറയുകയാണെങ്കിൽ അത് മജ്റൂർ എന്ന് പറയും. മജ്റൂർ എന്ന് പറഞ്ഞാൽ ജെറ് ചെയ്യപ്പെട്ടത്, കസ്ർ ചെയ്യപ്പെട്ടത്. യസ്കുതു സമറു ഫലം, കായ്ഫലം അത് വീഴുന്നു, അലൽ അർളി ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ മുകളിൽ വീഴുന്നു. ഇവിടെ യസ്കുതു സമറു എന്ന് പറഞ്ഞതിന് ശേഷം അലൽ അർളി, അല എന്നുള്ള ജെറിന്റെ അർഫ് അർളിന്റെ മുമ്പ് വന്നത് കൊണ്ട് അർളി എന്നുള്ളത് മജ്റൂറായി, കസ്റായി. യംബഹുൽ കൽബു ഫിൽ ബുസ്താനി നായ കുരക്കുന്നു, ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ. അവിടെ ഫി എന്നുള്ളൊരു ഹർഫാണ് വന്നത്. അപ്പോ പൂന്തോട്ടത്തിൽ, അതിൽ, ഫിൽ ജൈബി അൽ ഖലമു ഫിൽ ജൈബി എന്ന് പറയാം. അൽ ഖലമു പേന, ഫിൽ ജൈബി പോക്കറ്റിലാണ് എന്ന് പറയാം. അപ്പോ ഉസല്ലി ഫിൽ മസ്ജിദി ഞാൻ നിസ്കരിക്കും, ഫിൽ മസ്ജിദി പള്ളിയിൽ നിസ്കരിക്കും. അതൊക്കെ ഫി എന്ന് പറയുമ്പോൾ അതിൽ. അപ്പൊ ഫിൽ ബുസ്താനി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ. ഫി എന്നുള്ളത് ജെറിന്റെ ഹർഫാണ്, അത് വന്നത് കൊണ്ടാണ് അൽ ബുസ്താനി എന്ന് നൂനിന് കസ്ർ ചെയ്യാൻ കാരണം, അൽ ബുസ്താനി എന്നുള്ളത് മജ്റൂറാക്കാൻ കാരണം. പത്താമത്തെ ഉദാഹരണം ദഖലൽ മുജ്രിമു
കുറ്റവാളി പ്രവേശിച്ചു, ഫിസ്സിജിനി ജയിലിൽ. അപ്പോൾ ഫിസ്സിജിനി ജയിലിൽ പ്രവേശിച്ചു. ഫി എന്നുള്ള ഹർഫ് ജെറിന്റെ ഹർഫ് വന്നതുകൊണ്ട് അസ്സിജിനി എന്ന് നൂനിന് കസ്ർ ചെയ്തു. 11ാമത്തെ ഉദാഹരണം, കശർത്തു അൽ ഫാക്കിഹത്ത, ഞാൻ പഴത്തെ തൊലിച്ചു, ബിസ്സിക്കീനി കത്തി കൊണ്ട് തൊലിച്ചു. കശർത്തു അൽ ഫാക്കിഹത്ത, തോല് പൊളിച്ചു, പഴത്തിന്റെ തോല് പൊളിച്ചു അല്ലെങ്കിൽ പഴം തൊലിച്ചു, ബിസ്സിക്കീനി കത്തികൊണ്ട്. ബ എന്നുള്ളത് അത് ജെറിന്റെ ഹർഫാണ്. കൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഏകദേശമൊക്കെ വരാറ്. എല്ലായിടത്തും അങ്ങനല്ല, കൊണ്ട് എന്ന അർത്ഥമാണ് കൂടുതലും വരാറ്. ബിസ്സിക്കീനി കത്തികൊണ്ട്. അപ്പൊ ബാ ജെറിന്റെ ഹർഫാണ്. അതുകൊണ്ട് തന്നെ ആ ബാഇന്റെ ശേഷം വന്ന അസിക്കീനി എന്ന ഇസ്മ മജ്റൂറായി എന്ന് പറഞ്ഞാൽ അവസാന ഹർക്കത്ത് കസ്റായി മാറി. 12ാമത്തെ ഉദാഹരണം, യതഖാതലുൽ ജുനൂദ്, പട്ടാളം യുദ്ധം ചെയ്യുന്നു, ബിസ്സിയൂഫി, വാളുകൾ കൊണ്ട്. യതഖാതഫുൽ ജുനൂദ്, പട്ടാളം യുദ്ധം ചെയ്യുന്നു, ബിസ്സിയൂഫി, വാളുകൾ കൊണ്ട്. വാളുകൾ കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാറ്. ബി എന്നുള്ളത് ജെറിന്റെ ഹർഫ് വന്നതുകൊണ്ട് അസ്സുയൂഫ് എന്നുള്ള ഇസ്മു മജ്റൂറായി മാറി, അതായത് ഫാഇന് കസ്റായി. 13ാമത്തെ ഉദാഹരണം, അൽ ജായിസത്തു, സമ്മാനം, ലിസ്സാബിഖി, മത്സരത്തിൽ ജയിച്ചവനാണ്. സാബിക്ക് എന്ന് പറഞ്ഞാൽ മുൻകടന്നവൻ, ജയിച്ചവൻ എന്നും അർത്ഥമുണ്ട്. മത്സരാർത്ഥി എന്ന അർത്ഥമുണ്ട്, ജയിച്ചവൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ അൽ ജായിസത്തു സമ്മാനം, ലിസ്സാബിഖി, വിജയിച്ചവനുള്ളതാണ്, വിജയിച്ചവന്. അപ്പൊ ലി എന്ന് പറഞ്ഞാൽ അത് അവന്, ലഹു എന്ന് പറയേണ്ട അവന്. അൽ കലമു ലി, പേന എനിക്കുള്ളതാണ്. അപ്പൊ ലി എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതാണ്. അൽ കലമു ലി സൈദിൻ, പേന സൈദിൻ്റെതാണ്, സൈദിനുള്ളതാണ്. അപ്പൊ ലി എന്ന് പറഞ്ഞാൽ അതിനുള്ളത് എന്നുള്ളൊരു അർത്ഥം, അവന് വേണ്ടി എന്ന അർത്ഥവും വരാറുണ്ട്. 14ാമത്തെ ഉദാഹരണം, ഇഷ്തറൈതു ഖുഫ്ലൻ, ഞാനൊരു പൂട്ട് വാങ്ങി ലിൽ ഖിസാനത്തി, ഖജനാവിന് വേണ്ടി, ലിൽ ഖിസാനത്തി, ഖജനാവിന് വേണ്ടി ഞാനൊരു പൂട്ട് വാങ്ങി. അവിടെ ലി എന്നുള്ള ജെറിന്റെ ഹർഫ് വന്നതുകൊണ്ട് അൽ ഖിസാനത്തി എന്ന ഇസ്മ മജ്റൂറായി മാറി, അതിന് കസ്ർ ചെയ്തു. ഇതാണ് 14 ഉദാഹരണങ്ങൾ. അപ്പോൾ 7 ഹർഫുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ഇസ്മിന്റെ മുമ്പ് വന്നാൽ അതിനുശേഷം വരുന്ന ആ ഇസ്മ് മജ്റൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഇസ്മിന് കസ്ർ ആയിരിക്കും. ഈ ഹർഫുകളൊക്കെ വരുന്നത് അതിൻ്റെതായ അർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ്, അർത്ഥത്തിന് വേണ്ടിയാണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കായിദയിലേക്ക് പോകാം. കായിദ 22. യുജറുൽ ഇസ്മു, ഇസ്മിന് ജർറ് ചെയ്യപ്പെടും. എപ്പോ? ഇദാ സബഖഹു ഹർഫും മിൻ ഹുറൂഫിൽ ജരിൽ ആതിയ, താഴെ വരുന്ന ജറിന്റെ ഹർഫുകൾപ്പെട്ട ഏതെങ്കിലും ഹർഫ് അതിന് മുമ്പുണ്ടെങ്കിൽ. യുജറുൽ ഇസ്മു, ഇസ്മിന് ജർറ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്മിന്റെ അവസാനത്തെ ഹർക്കത്ത് കസ്റത്തായിരിക്കും, ജർറായിരിക്കും. എപ്പോ? ഇദാ സബഖഹു ഹർഫും മിൻ ഹുറൂഫിൽ ജരിൽ ആതിയത്തി, താഴെ വരുന്ന ജറിന്റെ ഹർഫുകൾപ്പെട്ട ഏതെങ്കിലും ഹർഫ് അതിന്റെ മുമ്പുണ്ടെങ്കിൽ. വഹിയ, അത് ഏതൊക്കെയാണ് ഹർഫ്? മിന്നാണ്, ഇല, അൻ, അല, ഫി, അൽ ബാ വല്ലാം. നമ്മൾ ലി എന്ന് പറഞ്ഞത് ലാമാണ്. ബി എന്ന് ബിസിക്കീനി ബാ ആണ്. ഫി ഫിൽ മസ്ജിദി, അല അലൽ മാഇ, അൻ അനിത്തിഫ്ലി, ഇല ഇലൽ ഹഖ്ലി, മിനസ് സമായി. അങ്ങനെ ഈ 7 ഹർഫിൽപ്പെട്ട ഏതൊരു ഹർഫും ഒരു ഇസ്മിന് മുമ്പ് വന്നാൽ ആ ഇസ്മ് മജ്റൂറായിരിക്കും, ജർറ് ചെയ്യപ്പെട്ടതായിരിക്കും. ആ ഇസ്മിന് അവസാനത്തെ ഹർക്കത്ത് കസ്റത്തായിരിക്കും. ഇതാണ് ഇന്നത്തെ പാഠം. അതിന്റെ ഒരു തംരീനത്ത് നമുക്ക് നോക്കാം. അയ്യിൻ കുല്ല ഹർഫിൻ മിൻ ഹുറൂഫിൽ ജർരി ഫിൽ ജുമലിൽ ആതിയ, താഴെ വരുന്ന ജുംലകളിൽ ജറിന്റെ ഹർഫിൽപ്പെട്ട എല്ലാ ഹർഫിനെയും വ്യക്തമാക്കുക. ഏതാണ് ഹർഫ്? വഷ്കുലിൽ അസ്മാ ബാദ കുല്ലി മിൻഹ, ആ ജറിന്റെ ഹർഫിന്റെ ശേഷം വന്ന എല്ലാ ഇസ്മിനും ഷക്ല് കൊടുക്കുക, ഹർക്കത്ത് കൊടുക്കുക. സ്വാഭാവികമായിട്ടും ജറിന്റെ ഹർഫിന്റെ ശേഷം വന്ന ഇസ്മിന് കസ്റത്തായിരിക്കും, ജറായിരിക്കും, അത് കൊടുക്കുക എന്നാണ്. ഉദാഹരണം വായിക്കാം. യഖ്തഉൻ നജ്ജാറു അൽ ഖശബ, ആശാരി മുറിക്കുന്നു, അൽ ഖശബ വിറക് കൊള്ളിയ, ബിൽ മിൻഷാരി വാളുകൊണ്ട്. അവിടെ ബിൽ മിൻഷാരി, യഖ്തഉൻ നജ്ജാറു അൽ ഖശബ, ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. യഖ്തഉ ഫൈലാണ്, അൽ നജ്ജാറു എന്നുള്ളത് ഫായിലാണ്, അൽ ഖശബ എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്, അതായത് മഫ്ഊലാണ്, മഫ്ഊലു ബിഹി ആണ്. മഫ്ഊലു ബിഹി ആവുമ്പോൾ അൽ ഖശബ എന്നാണ്, നസ്ബാണ് പറയേണ്ടത്, ഫതഹത്താണ് പറയേണ്ടത്. യഖ്തഉ എന്നുള്ളത് മുദാരിയ ഫെയിലാണ്, അത് യഖ്തഉ എന്നാണ് പറയേണ്ടത്. കാരണം അത് നസ്ബ് ചെയ്യേണ്ട ഹർഫുകൾ വന്നിട്ടില്ല. യഖ്ത എന്ന് പറയേണ്ട ഹർഫുകൾ അതിന് മുമ്പ് വന്നിട്ടില്ല.
ജസ്മ് ചെയ്യേണ്ട യക്ത എന്ന് സുക്കൂന് ചെയ്യേണ്ട ഹർഫുകളും അതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ജസ്മ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ, സ്ഥലമല്ലെങ്കിൽ, നെസ്ബ് ചെയ്യേണ്ട സ്ഥലമല്ലെങ്കിൽ മുളാരിയ ഫീലിന് പിന്നെ എന്താ ഉണ്ടാവല്? അസ്ലിയായിട്ട് ലൊമ്മത്താണ് ഉണ്ടാവല്. അപ്പൊ യക്താഉ. പിന്നെ യക്താഉവിന്റെ ശേഷം അതൊരു ഫെയിലായതുകൊണ്ട് അതിന് ശേഷം ഒരു ഫായില് വരും, അൻ നജ്ജാറു. അപ്പൊ മുറിക്കുക എന്നുള്ളൊരു പ്രവർത്തനം ആരാണ് ചെയ്യുന്നത്? നജ്ജാറാണ് ചെയ്യുന്നത്. അപ്പൊ നജ്ജാറ് എന്നുള്ളത് ഫായിലാണ്, അതിന് റഫ് ആണ്. അപ്പൊ നജ്ജാറു എന്ന് പറയണം. അൽ ഖശബ എന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഊൽ ബിഹി ആണ്. അപ്പൊ മഫ്ഊൽ ബിഹിക്ക് എന്താണ് ഇറാബ്? നെസ്ബാണ്. അപ്പൊ അൽ ഖശബ എന്ന് പറയണം, ബാവിന് ഫതഹത്ത് പറയണം. ഇപ്പൊ നമ്മൾ അവസാനത്തെ ബിൽ മിൻഷാരി എന്നും പഠിച്ചു. ബാ വന്നതുകൊണ്ട് മിൻഷാരി എന്ന് റായിന് കെസ്റായിട്ട് പറയണം. മിൻഷാറ എന്ന് പറയേണ്ട സ്ഥലം ഉണ്ടാവും, മിൻഷാറു എന്ന് പറയേണ്ട സ്ഥലം ഉണ്ടാകും. പക്ഷെ ഇവിടെ മിൻഷാരി എന്നാണ് പറയേണ്ടത്, കാരണം ബാ ജെറിന്റെ ഹർഫ് വന്നതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു വാക്കില് 4 വാക്ക് വന്നപ്പോ യക്താഉ, നജ്ജാറ്, ഹഷബ്, മിൻഷാർ വന്നപ്പോ നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും. യക്താഉ എന്ന് വായിക്കണം, നജ്ജാറു എന്ന് വായിക്കണം, അൽ ഹഷബ എന്ന് വായിക്കണം, ബിൽ മിൻഷാരി എന്ന് വായിക്കണം. കാരണം അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ ഉദാഹരണം റഅയ്തു ത്വാഇറ, പക്ഷിയെ ഞാൻ കണ്ടു, ഫിൽ ഖഫസി, കൂട്ടിൽ. അപ്പൊ ഫി എന്നുള്ള ഒരു ഹർഫ് വന്നതുകൊണ്ട് ഫിൽ ഖഫസി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഉദാഹരണം യക്താഉൽ ഖിതാറു അൽ മസാഫത, തീവണ്ടി താണ്ടുന്നു, മുറിച്ചു കടക്കുന്നു. താണ്ടുന്നു അൽ മസാഫത, വൈദൂരം താണ്ടുന്നു. മിനൽ ഖാഹിറത്തി, കൈറോയിൽ നിന്നും മിനൽ ഇസ്കന്ദരിയത്തി, അലക്സാണ്ട്രിയ വരെ, ഫി 3 സആത്തിൻ, 3 മണിക്കൂറിലും 20 ദഖീഖ, 20 മിനിറ്റിലും. അപ്പോൾ കൈറോയിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്കുള്ള ട്രെയിൻ ദൂരം എത്രയാണ്? 3 മണിക്കൂറും 20 മിനിറ്റുമാണ്. അപ്പൊ ഫി 3 സആത്തിൻ, അവിടെ ഫി വന്നതുകൊണ്ട് 3. പിന്നെ മിനൽ ഖാഹിറത്തി ഇലൽ ഇസ്കന്ദരിയത്തി, ഒരുപാട് ചെറിന്റെ അർഫുണ്ട്. മിനൽ ഖാഹിറത്തി, മിന്ന് വന്നതുകൊണ്ട് ഖാഹിറത്തി, ഇല വന്നതുകൊണ്ട് ഇലൽ ഇസ്കന്ദരിയത്തി, ഫി വന്നതുകൊണ്ട് ഫി 3 സആത്തിൻ 20 ദഖീഖ. പിന്നെ നാലാമത്തെ ഉദാഹരണം ലിൽ ബുസ്താനി, അവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ലിൽ ബുസ്താനി, പൂന്തോട്ടത്തിനുണ്ട്. ബാബാനി, 2 വാതിലുകളുണ്ട്. അലാ കുല്ലി ബാബിൻ, അല വന്നതുകൊണ്ട് അലാ കുല്ലി, അലാ കുല്ലി ബാബിൻ, എല്ലാ വാതിലിനുമുണ്ട്. ഹാരിസിന്, ഒരു കാവൽക്കാരനുമുണ്ട്. ഇംതനാൽ മരീലു, മരീല് പിന്നെ വിലങ്ങി നിന്നു, വിസമ്മതിച്ചു. അനിൽ അക്കിലി, ഭക്ഷിക്കാൻ വിസമ്മതിച്ചു. അവിടെ അനിൽ അക്കിലി, അക്കിലിനെ തൊട്ട് വിലങ്ങി നിന്നു, വിസമ്മതിച്ചു. അവിടെ അൻ എന്നുള്ളൊരു ഹർഫ് വന്നതുകൊണ്ട് അനിൽ അക്കിലി എന്ന് പറയണം. വഅസ്ബഹ ലാ യഖ്വ, അവന് ആയിത്തീർന്നു, ശക്തിയില്ലാതെ ആയിത്തീർന്നു. അലൽ മഷി, നടക്കാൻ, നടക്കുന്നതിന്റെ മേൽ എന്നൊക്കെ അർത്ഥമാക്കാം. അവിടെ നടക്കാൻ എന്ന് വെച്ചാൽ മതി. വഅസ്ബഹ ലാ യഖ്വ, ശക്തിയില്ലാതെ ആയിത്തീർന്നു. അലൽ മഷി, നടക്കാൻ, നടക്കാൻ ശക്തിയില്ലാതെ ആയിത്തീർന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ തംരീനാത്ത്. നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു. 7 ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ഇസ്മിന് മുമ്പ് വന്നാൽ ആ ഇസ്മ് മജ്റൂറായിരിക്കും, ജർറ് ചെയ്യപ്പെട്ടതായിരിക്കും. ഇത് ഇസ്മിന് മുമ്പേ ഈ ഹർഫുകൾ വരുള്ളൂ. ജറുൽ ഇസ്മാണ്, ഇസ്മിന് ജർറ് ചെയ്യുന്ന ഹർഫുകളാണ്. ഇതൊരിക്കലും നേരെ ഡയറക്റ്റ് ആയിട്ട് ഫെയിലിന് മുമ്പ് വരൂല, ഫെയിലിന് മുമ്പ് ഡയറക്റ്റ് ആയിട്ട് വരൂല. ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നമ്മൾ പഠിക്കും. അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടതായ രീതിയിലൊക്കെ ഇങ്ങനെ ഫെയിലിന്റെ മുമ്പ് വരാം. പക്ഷെ ഫെയിലിന്റെ മുമ്പ് എന്തെങ്കിലും ഒരു ഹർഫ് അതിന്റെ ഉള്ളിൽ ഇടയിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വരല്. എന്തായാലും ഈ 7 ഹർഫ് ഇസ്മിന് മുമ്പ് വന്നാൽ ആ ഇസ്മിന് ജറായിരിക്കും എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാഠത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.